ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പുകൾ തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പുകൾ തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എത്ര കഷ്ടപ്പെട്ടാണ് ആ 4 പേർ ചേർന്ന് ആ തളവാത രോഗി പൊക്കിയെടുത്തു കൊണ്ടുവന്നത്. ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് അവർ അയാളെ കിടക്കയോടെ ഈശോയുടെ മുന്നിലേക്ക് ഇറക്കി. അവരുടെ ആ വിശ്വാസം കണ്ടാണ് ഈശോ അയാളെ സുഖപ്പെടുത്തുന്നത്. അധികം മുമ്പ് ഈശോ അയാളോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ള ദൈവമാണ് താനെന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. രോഗം നമ്മുടെ ശരീരത്തെ തളർത്തുന്നു, പാപം നമ്മുടെ ആത്മാവിനെയും. ശരീരത്തെയും ആത്മാവിനെയും പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, ഈശോ. കൂട്ടുകാരെ, ഈ ക്രിസ്മസ് കാലത്ത് ആ 4 പേരെ പോലെ നമുക്കും നല്ല കൂട്ടുകാരാകാം. യോഗ്യരായിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരെയും പഠിത്തത്തിൽ ഉഴപ്പി നടക്കുന്ന നമ്മുടെ കൂട്ടുകാരനെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ അവരെ തൊടും, അവർ സുഖം പ്രാപിക്കും. പുലിക്കൂട്ടി പോകുന്ന ഉണ്ണീശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ സുഖപ്പെടുത്തണമേ എന്ന സുഖത്തെ ജപം 10 തവണ ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കാം. നന്ദി.